ഹാൻമരിയ, ഇതിപ്പോൾ പ്രതി ആര് എന്നതിനെയൊക്കെ കുറിച്ച് കൃത്യമായ വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആ ചിത്രങ്ങൾ അത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. കേസ് ചുമത്തിയിട്ടുണ്ട്, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുകയാണ്. ഇനി വൈകുന്നത് എന്തിനാണ്? ഹാജരാക്കണമെന്ന് കാണിച്ചാണ് അനുജ പ്രതികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഈ സിറിയക്ക് പ്രതിയായിട്ടുള്ള സിറിയക്കിനെ ഒളിവിലാണ് എന്ന് പറയുന്നു. സിറിയക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പുറത്ത് അന്വേഷണം നടക്കുകയാണ് എന്നാണ് SHO രമേശ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെയാണ്. കാരണം ഇതിൽ ഉയർന്നു വന്നിരുന്ന ഏറ്റവും വലിയ ഒരു അനാസ്ഥയായിട്ട് വിദ്യാർത്ഥികളടക്കം ചൂണ്ടിക്കാണിച്ചത് ഈ അപകടം നടന്ന 5 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് അതിനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടും ഈ പ്രതിയിലേക്ക് കടക്കാത്തത് അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച്. അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. കാരണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ SHO പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അത് അപകടം നടക്കുന്നത് ഫെബ്രുവരി 28-ാം തീയതി രാത്രിയോടുകൂടിയാണ്. രാത്രി സമയത്ത് ആദ്യം കിട്ടിയിരുന്ന CCTV ദൃശ്യങ്ങൾ അത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ആ ഹോട്ടലിന് മുമ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു, അവരെ മറ്റു രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് സംഭവിച്ചൊരു ഡിലേ ആണ് ഉണ്ടായത് എന്നാണ് SHO പറയുന്നത്. പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു ന്യായീകരണമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. കാരണം ഇത് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ പോലീസ് അത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. മറ്റൊരു കാര്യം പറയുന്നത്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിലവിൽ ഈ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇവർ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഡോക്ടർ സിറിയക്കാണ് വാഹനം ഓടിച്ചിരുന്നത്. കോട്ടയം സ്വദേശിയാണ്. അതിൽ കൂടെ തന്നെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, മറ്റൊരു വിദ്യാർത്ഥി കൂടെ കൂടി ഉണ്ടായിരുന്നു. ആ കോളേജിലെ തന്നെ ഇവർ പഠിക്കുന്ന കോളേജിലെ തന്നെ വിദ്യാർത്ഥി ആണ് അത് എന്നും പറയുന്നു. ഇവർ 4 മണിയോട് കൂടി കോളേജിൽ നിന്ന് പഞ്ച് ഔട്ട് ചെയ്തതിന് ശേഷം അങ്കമാലി കറുകുറ്റിയിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ പരിപാടിക്ക് ശേഷം പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടമുണ്ടായി വാഹനം അമിത വേഗത്തിൽ തന്നെ മുൻപോട്ട് പോകുന്നു. അതിനുശേഷം തുറവൂർ ഭാഗത്തായിട്ട് ഈ വാഹനം നിർത്തിയിട്ട നിലയിൽ ഇന്നലെയാണ് പോലീസ് ഈ വാഹനം കണ്ടെത്തുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് അത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ജോർജ് തോമസിൻ്റെതാണ് എന്ന് കണ്ടെത്തുന്നു. ജോർജ് തോമസിനെ ചോദ്യം ചെയ്തില്ല. അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തതിൽ നിന്നാണ് മകനാണ് വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകുന്നത്. തുടർന്ന് ഇവർ പഠിക്കുന്ന കോളേജിൽ ഉൾപ്പെടെ ഇവർ പോലീസ് ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ സിറിയക്ക് എന്ന് പറയുന്ന ആൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല. ഇന്ന് 10:30 ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്ന സമയം 12:15 ഇതുവരെ ഹാജരായിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചത്. കാരണം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ തീരുമാനം. ഈ സിറിയക്കിനെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഉൾപ്പെടെ, അതായത് മറ്റു നടപടിക്രമങ്ങളിലേക്കും കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 3 മണിക്കാണ് ജാസ്ലിയുടെ സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. ഈ സംസ്കാരം കഴിഞ്ഞതിനു ശേഷവും പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് സാധിച്ചിട്ടില്ല എങ്കിൽ, കാരണം ഫോട്ടോ ഉൾപ്പെടെ ഈ വാഹനം ഓടിച്ചിരുന്ന സിറിയക്കിന്റെ ഫോട്ടോ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ പോലീസ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് തന്ന ഇത് പുറത്തുവിട്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ എന്നിട്ടും പോലീസ് ആ പ്രതിയെ പിടികൂടുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ കണ്ടതായിരിക്കില്ല കൂടുതൽ പ്രതിഷേധത്തിലേക്കും ജാസ്ലിലേക്ക് നീതി കിട്ടുന്നത് വരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുന്ന രീതിയിലേക്കും കിടക്കുമെന്നാണ് ഇപ്പോൾ ആ വിദ്യാർത്ഥികളും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സിറിയക്കിനെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ വ്യാപകമായി നടന്നു വരികയാണ്. അനുജ, അതാണ് സിറിയക്കിനെ ഇന്ന് ഹാജരാകണം രാവിലെ 10 മണിക്ക് ശേഷം എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്. പക്ഷേ സമയം 12 കഴിഞ്ഞിട്ടും സിറിയക്ക് ഹാജരായിട്ടില്ല. ഇനി ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ വേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ അങ്കമാലി SHO പറയുന്നതും നമ്മൾ കേട്ടതാണ്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്, ഇയാളുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നുള്ളതിൽ വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഒപ്പം അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.